പ്രിഫിയസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് +2 ഫിസിക്സിലെ 8ാമത്തെ ചാപ്റ്ററായ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിന്റെ 3ാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്താണെന്നും എങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഫോം ചെയ്യുന്നതെന്നും തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്നതാണ്. ധാരാളം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഉണ്ട്. ഈ ധാരാളമായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ അതിന്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ അതിന്റെ വേവ് ലെങ്തിനനുസരിച്ചോ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതിനെ പറയുന്ന പേരാണ്, ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, ആ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് R എന്ന് പറയുന്നത് റേഡിയോ വേവ്സ് ആണ്, M എന്ന് പറയുന്നത് മൈക്രോ വേവ്സ് ആണ്, I എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് ആണ്, V എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് ആണ് അല്ലെങ്കിൽ വിസിബിൾ റേസ് ആണ്, അതുപോലെ തന്നെ U എന്ന് പറയുന്ന അൾട്രാ വയലറ്റ് റേസും, X എന്ന് പറയുന്ന എക്സ് റേസും, G എന്ന് പറയുന്ന ഗാമ റേസും. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന എല്ലാം എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. റേഡിയോ വേവ്സ് മുതൽ ഗാമ റേസ് വരെയുള്ള ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന എന്തിന്റെ ബേസിലാണെന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ബേസിലാണ്. ഇവിടെ നിന്ന് റേഡിയോ വേവ്സ് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് കുറയുകയാണ് ചെയ്യുന്നത്. അതേസമയം ഫ്രീക്വൻസിയുടെ കേസിൽ പറയുകയാണെങ്കിൽ റേഡിയോ വേവ്സ് ഗാമ റേസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേവ് ലെങ്തിന് എന്ത് സംഭവിക്കുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഫ്രീക്വൻസിക്ക് സംഭവിക്കുക എന്ന കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കാം. ഇനി തിരിച്ച് നമുക്ക് നോക്കാം. ഗാമ റേസിന്ന് റേഡിയോ വേവ്സിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതായത് ഗാമ റേസിന്റെ നമുക്കറിയാം, ഗാമ റേസിന് ഏറ്റവും വേവ് ലെങ്ത് കുറവാണ് അല്ലെ. അപ്പോൾ വേവ് ലെങ്ത് കുറവായിട്ടുള്ള ഗാമ റേസ് നമ്മൾ റേഡിയോ വേവ്സിലേക്ക് പോകുന്ന സമയത്ത്, അതായത് ഈ ഡയറക്ഷനിലൂടെ പോകുന്ന സമയത്ത് വേവ് ലെങ്ത് നോക്കിയാൽ അവിടെ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഇതിനേക്കാളും കൂടുതൽ ഇത്, ഇതിനേക്കാളും കൂടുതൽ ഇത്, അങ്ങനെ ഇൻക്രീസ് ചെയ്ത് അവസാനം റേഡിയോ വേവ്സിന്റെ അവിടെ എത്തുമ്പോൾ റേഡിയോ വേവ്സിന്റെ വേവ് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടുതലായിട്ടുള്ള റേഡിയോ വേവ്സും വേവ് ലെങ്ത് കുറവായിട്ടുള്ളത് ഗാമ റേസിനുമാണ്. ഇനി ഫ്രീക്വൻസിയുടെ കേസിൽ പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഗാമ റേസ് മുതൽ റേഡിയോ വേവ്സ് വരെ പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഫ്രീക്വൻസിയുടെ കാര്യം പറയുമ്പോൾ ഫ്രീക്വൻസി ഡിക്രീസിങ് ആയിരിക്കും. അതായത് ഗാമ റേസിന് ഹൈ ഫ്രീക്വൻസി ആയിരിക്കും, അതേസമയം റേഡിയോ വേവ്സിന് ലോ ഫ്രീക്വൻസി ആയിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി കുറഞ്ഞായിരിക്കും വരുന്നത്. ഇതിനുള്ള ഫ്രീക്വൻസിയിൽ നിന്ന് അല്പം കുറഞ്ഞ് അങ്ങനെ കുറഞ്ഞു അവസാനം റേഡിയോ വേവ്സിന്റെ എത്തുമ്പോഴത്തേക്കും വളരെ ഫ്രീക്വൻസി കുറവായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഒന്നുകിൽ ഈ രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിന്റെ ഒരു ഡെഫിനിഷൻ ഇതാണ്: ദ ഓർഡർലി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അക്കോർഡിംഗ് ടു ദെയർ വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി. ഒന്നുകിൽ വേവ് ലെങ്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി, ഈ രണ്ടിന്റെ ബേസിൽ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അറേഞ്ച്മെന്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. അപ്പോൾ ഇതിലെ ഓരോ ആൾക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് ഈ ഓർഡർ ആണ്. അതായത് റേഡിയോ വേവ്സ് തുടങ്ങി ഗാമ റേസ് വരെയുള്ള ഈ ഓർഡർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഓർഡർ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് റേഡിയോ വേവ്സ് ഗാമ റേസിലേക്ക് പോകുന്ന ഈ ഓർഡർ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളായിരിക്കണം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ വേവ് ലെങ്ത് കുറഞ്ഞായിരിക്കും വരുന്നത്. ആദ്യം റേഡിയോ വേവ്സിന് ഹൈ വേവ് ലെങ്ത് ആയിരിക്കും, പിന്നെ അത് കുറഞ്ഞ് ഗാമ റേസിലേക്ക് എത്തുമ്പോൾ ഗാമ റേസിന്റെ വേവ് ലെങ്ത് വളരെ കുറവായിരിക്കും. അതിന് ഫ്രീക്വൻസിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ റേഡിയോ വേവ്സിന് വെരി ലോ ഫ്രീക്വൻസി ആയിരിക്കും. റേഡിയോ വേവ്സ് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇൻക്രീസ് ആയി അവസാനം ഗാമ റേസിൽ എത്തുമ്പോൾ ഹൈ ഫ്രീക്വൻസി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഓർഡർ ആണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം അതിലെ ആദ്യത്തെ ആളിനെ നോക്കാം. നമ്മളിപ്പോ ഈ ഓർഡർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിലെ ആദ്യം R എന്നാണ് പറയുന്നത്. R എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ് ആണ്. അപ്പൊ റേഡിയോ വേവ്സിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോഴും, ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റി പറയുമ്പോഴും നമ്മൾ അവിടെ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒന്ന് റേഞ്ച്, രണ്ടാമത് സോഴ്സ്, അത് കഴിഞ്ഞ് മൂന്നാമത്തെ അതിന്റെ യൂസസ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ ആ ഓരോ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെയും റേഞ്ച് അറിഞ്ഞിരിക്കണം, സോഴ്സ് അറിഞ്ഞിരിക്കണം, അതുപോലെ യൂസസും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് റേഡിയോ വേവ്സിന്റെ കാര്യം നോക്കാം. റേഡിയോ വേവ്സിന്റെ റേഞ്ച് വരുന്നത് രണ്ട് രീതിയിൽ നമുക്ക് റേഞ്ച് പറയാം. ഒന്ന് ഫ്രീക്വൻസിയുടെ കേസിൽ നമുക്ക് പറയാം, അതുപോലെ വേവ് ലെങ്തിന്റെ കേസിലും നമുക്ക് പറയാം. അപ്പോൾ
റേഡിയോ വേവ്സിന്റെ റേഞ്ച് വരുന്നത് ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് 10⁻⁴ മുതൽ 10⁸ ഹെർട്സ് വരെയാണ്. അതോടൊപ്പം വേവ് ലെങ്തിന്റെ റേഞ്ച് വരുന്നത് ഗ്രേറ്റർ ദാൻ 0.1 മീറ്റർ. 0.1 മീറ്ററിനേക്കാളും കൂടുതലായിരിക്കും ആരുടെ വേവ് ലെങ്ത്? റേഡിയോ വേവ്സിന്റെ വേവ് ലെങ്ത്. ഈ റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓസിലേറ്റിംഗ് ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്താണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആക്സലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിന്റെ ഓസിലേഷനും അതോടൊപ്പം ആക്സലറേറ്റഡ് മോഷൻ ഓഫ് ചാർജസും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? റേഡിയോ വേവ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ റേഞ്ച് പഠിച്ചിരിക്കണം, സോഴ്സ് പഠിച്ചിരിക്കണം, പിന്നെ വരുന്നത് യൂസസ് ആണ്. എന്തിനൊക്കെയാണ് റേഡിയോ വേവ്സ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് നമുക്ക് യൂസ് ചെയ്യാം. അതായത് റേഡിയോ, ടെലിവിഷൻ പോലെയുള്ള കമ്മ്യൂണിക്കേഷൻ പർപ്പസിനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? റേഡിയോ വേവ്സിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ യൂസിങ് റേഡിയോ, ടി വി എക്സെട്ര. റേഡിയോ, ടി വി പോലുള്ള കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? റേഡിയോ വേവ്സ് ആണ് എന്ന കാര്യം ഓർക്കുക. രണ്ടാമത് വരുന്നത് എം ആണ്. എം ഡിനോട്ട് ചെയ്യുന്നത് മൈക്രോവേവ്സ് ആണ്. അപ്പോൾ മൈക്രോവേവ്സിനെ പറ്റിയാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. മൈക്രോവേവ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് വേവ് ലെങ്ത് ആയിട്ടുള്ള റേഡിയോ വേവ്സ് ആണ്. ഷോർട്ട് വേവ് ലെങ്ത് ആയിട്ടുള്ള റേഡിയോ വേവ്സിനെ പറയുന്ന പേരാണ് എന്ത്? മൈക്രോവേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരത്തെ പഠിച്ച പോലെ 3 കാറ്റഗറി ആയിട്ട് മൈക്രോവേവ്സിനെ തിരിക്കാം. അതിന്റെ റേഞ്ച്, പിന്നെ അതിന്റെ സോഴ്സ്, പിന്നെ അതിന്റെ യൂസസ്. ആദ്യം റേഞ്ച് നോക്കാം. മൈക്രോവേവ്സിന്റെ റേഞ്ച് വരുന്നത് 0.1 മീറ്റർ മുതൽ 1 മില്ലിമീറ്റർ വരെയാണ്. 0.1 മീറ്റർ മുതൽ 1 മില്ലിമീറ്റർ വരെയാണ് നമ്മുടെ മൈക്രോവേവ്സിന്റെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി റേഞ്ച് നോക്കിയാൽ 10⁻⁹ മുതൽ 10⁻12 ഹെർട്സ് വരെയാണ് മൈക്രോവേവ്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. ഇനി അതിന്റെ സോഴ്സ് നോക്കാം. മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചില വാക്വം ട്യൂബ്സ് ആണ്. അതായത് ക്ലിസ്ട്രോൺസ്, മാഗ്നട്രോൺ വാൽവ് തുടങ്ങിയ വാക്വം ട്യൂബുകളാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുക? മൈക്രോവേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി നമുക്ക് മൈക്രോവേവ്സിന്റെ യൂസസ് എന്താണെന്ന് നോക്കാം. മൈക്രോവേവ്, റഡാർ, അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മൈക്രോവേവ് ഓവൻ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് എന്ത് ഉപയോഗിക്കുക? മൈക്രോവേവ്സ് ഉപയോഗിക്കുക. മൈക്രോവേവ്സ് ആർ യൂസ്ഡ് ഇൻ റഡാർ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ മൈക്രോവേവ് ഓവൻ. അപ്പോൾ റഡാറിലും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലും മൈക്രോവേവ് ഓവനിലും മൈക്രോവേവ്സിന്റെ ഉപയോഗമാണ് അവിടെ വരുന്നത് എന്ന് ഓർക്കുക. ഓക്കെ, യൂസ്ഡ് ഇൻ റഡാർ, സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, മൈക്രോവേവ് ഓവൻ എക്സെട്ര. ഓക്കെ, അതാണ് രണ്ടാമത്തെ ആൾ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, റേഡിയോ വേവ്സും മൈക്രോവേവ്സ്. ഇനി അടുത്ത് വരുന്നത് ഐ ആണ്. ഐ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ് ആണ്. ഇൻഫ്രാറെഡിനെ പറ്റിയാണ് ഇൻഫ്രാറെഡ് വേവ്സിനെ പറ്റിയാണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. ഇൻഫ്രാറെഡ് റേഡിയേഷനെ പറ്റിയാണ് ഇനി നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഇൻഫ്രാറെഡ് വേവ്സിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ആദ്യം അതിന്റെ റേഞ്ച്. അതിന്റെ വേവ് ലെങ്ത് റേഞ്ച് വരുന്നത് 1 മില്ലിമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയ്ക്കാണ്. 1 മില്ലിമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയ്ക്കാണ്. അവിടെ മാറിപ്പോയത് 1 മില്ലിമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയിലാണ് ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ വേവ് ലെങ്ത് റേഞ്ച് വരുന്നത്. ഓക്കെ, ടെക്സ്റ്റില് അതിന്റെ ഫ്രീക്വൻസി റേഞ്ച് അത്ര ഇതായിട്ട് പറയുന്നില്ല, അതുകൊണ്ട് ഞാനത് എഴുതിയിട്ടില്ല. റേഞ്ച് വരുന്നത്, വേവ് ലെങ്ത് റേഞ്ച് വരുന്നത് 1 മില്ലിമീറ്ററിനും 700 നാനോമീറ്ററിനും ഇടയ്ക്കാണ് ഇൻഫ്രാറെഡ് റേഡിയേഷന്റെ വേവ് ലെങ്ത് റേഞ്ച് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത അതിന്റെ സോഴ്സ് നമുക്ക് നോക്കാം. എവിടെ നിന്നാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുക? ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഹോട്ട് ബോഡീസ് ആൻഡ് മോളിക്യൂൾസ്. ചൂടായ സബ്സ്റ്റൻസിൽ നിന്നും അതുപോലെ ചൂടായ മോളിക്യൂൾസിൽ നിന്നുമാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി മൂന്നാമത് നമ്മൾ അതിന്റെ യൂസസ് ആണ് നോക്കുക. യൂസസിൽ വരുന്നത് നമുക്കറിയാവുന്ന TV റിമോട്ട്. നമ്മളിപ്പോൾ ഒരു TV റിമോട്ട് എടുത്ത് നോക്കിയാൽ അതിൽ LED പോലൊരു സബ്സ്റ്റൻസ് ആണ്. അതിന്റെ പേരെന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്സ് ആണ്. അപ്പോൾ ആ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് പോലെയുള്ള LED പോലെയുള്ള ആ സബ്സ്റ്റൻസ് ആണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഒന്നാമത്തെ യൂസ് എന്ന് പറയുന്നത് TV പോലെയുള്ള TV പോലെയുള്ള ഉപകരണങ്ങളിൽ നമ്മൾ റിമോട്ടായിട്ട് യൂസ് ചെയ്യുന്നതിൽ വരുന്നത് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ഫിസിയോതെറാപ്പി, അതുപോലെ ഒരു സബ്സ്റ്റൻസിന്റെ മോളിക്കുലർ സ്ട്രക്ചർ തുടങ്ങിയൊക്കെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എന്താണെന്ന് പഠിച്ചു. ഇനി വരുന്നത് V ആണ്. V എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ റേസ് ആണ് എന്ത് V എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കാഴ്ച പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? വിസിബിൾ റേസ് ആണ്.
അപ്പോൾ വിസിബിൾ റേസിനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ അതിന്റെ റേഞ്ച്, അതിന്റെ സോഴ്സ്, അതിന്റെ യൂസസ്, അങ്ങനെ 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. വിസിബിൾ റേസിന്റെ അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത്, അതിന്റെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. വിസിബിൾ ലൈറ്റ് ആയതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ വേവ് ലെങ്ത് റേഞ്ച് എന്ന് പറയുന്നത് 700 നാനോമീറ്ററിനും 400 നാനോമീറ്ററിനും ഇടയ്ക്കാണ്. അപ്പോൾ നേരത്തെ നോക്കിയേ, 1 മില്ലിമീറ്ററിന് 700 നാനോമീറ്ററിലേക്ക് കുറഞ്ഞു. അതായത് വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അതായത് അതാണ് നേരത്തെ പറഞ്ഞത്, റേഡിയോ വേവ്സ് നിന്ന് ഗാമാ റേസിലേക്ക് പോകുന്ന സമയത്ത് അവന്റെ വേവ് ലെങ്ത് കുറഞ്ഞു അവസാനം ഗാമാ റേസ് എത്തുമ്പോൾ വേവ് ലെങ്ത് കുറയും എന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. 1 മില്ലിമീറ്ററിനും പിന്നെ എന്തായി 700 നാനോമീറ്ററിലേക്ക് ഇൻഫ്രാറെഡ് റേഡിയേഷനിൽ എത്തിയപ്പോൾ ചുരുങ്ങി. പിന്നെ വിസിബിൾ ലൈറ്റിൽ എത്തിയപ്പോൾ 700 നാനോമീറ്ററിൽ നിന്നും 400 നാനോമീറ്ററിലേക്ക് ചുരുങ്ങി. ഇവിടെ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? വേവ് ലെങ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞ് റേഞ്ച് വരുന്നു എന്ന കാര്യമാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ വിസിബിൾ ലൈറ്റിന്റെ വേവ് ലെങ്ത് റേഞ്ച് വരുന്നത് 700 നാനോമീറ്ററിനും 400 നാനോമീറ്ററിനും ഇടയ്ക്കാണ്. ഇനി എന്റെ ഫ്രീക്വൻസി റേഞ്ച് വരുന്നത് 4 × 10⁻14 ഹെഡ്സ് മുതൽ 7 × 10⁻14 ഹെഡ്സ് വരെയാണ് നമ്മുടെ വിസിബിൾ ലൈറ്റിന്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന്. അപ്പോൾ വിസിബിൾ ലൈറ്റിന്റെ കാര്യം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ വേവ് ലെങ്ത് ഫ്രീക്വൻസി നിങ്ങൾ പഠിച്ചിരിക്കണം. രണ്ടും മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ വിസിബിൾ ലൈറ്റിന്റെ സോഴ്സ് എങ്ങനെയാണ് വിസിബിൾ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന കാര്യമാണ് അടുത്ത് പറഞ്ഞിട്ടുള്ള. ഇലക്ട്രോൺസ് എമിറ്റ് ലൈറ്റ് ഫ്രം ഹയർ എനർജി ടു ലോവർ എനർജി ലെവൽ. എങ്ങനെയാണ് വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക? അപ്പോൾ ഒരു ഇലക്ട്രോണിനെ നമ്മൾ ഹയർ എനർജി, അവനെ എന്ത് ചെയ്യും, എക്സൈറ്റ് ചെയ്തു. ഹയർ എനർജി ലെവലിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോണിനെ എക്സൈറ്റ് ചെയ്തു. അവൻ പിന്നെ തിരിച്ച് ലോവർ പഴയതുപോലെ വരുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവനിലുള്ള എനർജി അവൻ എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും. എന്നാലേ അവൻ ലോവർ എനർജി ലെവലിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ അവൻ എമിറ്റ് ചെയ്യുന്ന എനർജി എന്തിന്റെ ഫോമിലായിരിക്കും? ലൈറ്റ് എനർജിയുടെ ഫോമിൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് വിസിബിൾ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് വിസിബിൾ ലൈറ്റിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിനെ നമ്മൾ ഹയർ ആയിട്ട് എക്സൈറ്റ് ചെയ്യുന്നു. അവൻ പിന്നെ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് അവനിലുള്ള എനർജി എല്ലാം ലിബറേറ്റ് ചെയ്യുന്നു. ലിബറേറ്റ് ചെയ്യുന്ന എന്തിന്റെ ഫോമിലാണ്? ലൈറ്റ് എനർജിയുടെ ഫോമിലാണ്. ഇനി നമുക്ക് വിസിബിൾ ലൈറ്റിന്റെ യൂസ് എന്താണെന്ന് നോക്കാം. വിസിബിൾ ലൈറ്റിന്റെ യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. വിസിബിൾ റേസ് കാരണമാണ് നമുക്ക് ഒബ്ജക്ട്സിനെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വിസിബിൾ ലൈറ്റിന്റെ യൂസ് എന്ന് പറയുന്നത് ടു സീ ഒബ്ജക്ട്സിനെ കാണാൻ കഴിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വിസിബിൾ ലൈറ്റ്സ് ഉള്ളത് കാരണമാണ്. ഇനി 5ാമത്തെ ആള് നമുക്ക് നോക്കിയാൽ അറിയാം. ഇവിടെ യു എന്നാണ് കൊടുത്തിട്ടുള്ളത്. യു സ്റ്റാൻഡ്സ് ഫോർ അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അൾട്രാ വയലറ്റ് റേഡിയേഷൻ ആണ് നമുക്ക് ഇനി പഠിക്കേണ്ടത്. യു എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അപ്പോൾ ഈ എല്ലാ ആദ്യത്തെ അക്ഷരങ്ങളും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. ആർ എന്ന് പറഞ്ഞാൽ റേഡിയോ വേവ്സ്, എം എന്ന് പറഞ്ഞാൽ മൈക്രോവേവ്, ഐ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്, വി എന്ന് പറഞ്ഞാൽ വിസിബിൾ ലൈറ്റ്, യു എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ. അപ്പോൾ എന്താണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ എന്ന് നോക്കാം. അവിടെ നമ്മൾ ആദ്യം അതിന്റെ റേഞ്ച് പറയുന്നു. അതിന്റെ റേഞ്ച് വരുന്നത് 400 നാനോമീറ്ററിനും 1 നാനോമീറ്ററിനും ഇടയ്ക്കായിരുന്നു. നേരത്തെ നമ്മൾ 700 നാനോമീറ്ററിനും 400 നാനോമീറ്ററിനും ഇടയ്ക്കായിരുന്നു ലൈറ്റ് അല്ലെങ്കിൽ വിസിബിൾ ലൈറ്റിന്റെ റേഞ്ച് എങ്കിൽ പിന്നെ 400 നാനോമീറ്ററിന് 1 നാനോമീറ്ററിലേക്ക് ചുരുങ്ങുകയാണ്. വേവ് ലെങ്ത് എന്ത് ചെയ്യുന്നു? കുറയുകയല്ലേ. 400 നാനോമീറ്ററിന് 1 നാനോമീറ്റർ എത്തിയെന്ന് പറഞ്ഞാൽ അവിടെ വേവ് ലെങ്ത് കുറയുകയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിന്റെ റേഞ്ച്, വേവ് ലെങ്ത് റേഞ്ച് വരുന്നത് 400 നാനോമീറ്ററിനും 1 നാനോമീറ്ററിനും ഇടയ്ക്കാണ് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഇനി എങ്ങനെയാണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുക? അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സൺ അല്ലെങ്കിൽ സൂര്യനാണ് 1ാമത്തെ ഒബ്ജക്റ്റ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില അൾട്രാ വയലറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ലാംപ്സും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസ് ആണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അൾട്രാ വയലറ്റ് റേഡിയേഷൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻസിന്റെ ഒരു ഡിഫക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് സണ്ണിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എർത്തിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ എർത്തിൽ ഫാൾ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് എർത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിനെ ആര് തടയുന്നു? നമ്മുടെ ഓസോൺ ലെയർ തടഞ്ഞു നിർത്തുകയാണ്. ഇൻ കേസ് ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ സംഭവിച്ചാൽ നമുക്കറിയാം ക്ലോറോ ഫ്ലൂറോ കാർബൺ പോലെയുള്ള CFC എന്ന് പറയുന്ന ഹാർംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് നമ്മുടെ ഓസോൺ ലെയറിനെ എന്ത് ചെയ്യുന്നു? ഡിപ്ലീറ്റ് ചെയ്യുന്നു അഥവാ നശിപ്പിക്കുന്നു. അങ്ങനെ ഓസോൺ ലെയറിന് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാൽ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിൽ പതിക്കുകയും അതിന്റെ കാരണമായിട്ട് നമ്മുടെ സ്കിന്നിൽ മെലാനിന്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരികയും, അതായത് മെലാനിന്റെ പ്രൊഡക്ഷൻ കൂടുതലായി പോയാൽ നമുക്ക് ടാനിങ് ഓഫ് സ്കിൻ അനുഭവപ്പെടും. അതായത് ഇപ്പോൾ വെയിലടിക്കുന്ന സമയത്ത്
വെയിലുള്ള അൾട്രാവയലറ്റ് റേഡിയേഷൻസ് സ്കിന്നിലെ മെലാനിന്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നു. മെലാനിൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്കിൻ ഡാർക്കായി വരും. അതിനെ പറയുന്ന കേസിനെ പറയുന്ന പേരാണ് ടാനിങ് ഓഫ് സ്കിൻ എന്നാണ് പറയുന്നത്. അപ്പൊ അൾട്രാവയലറ്റ് റേഡിയേഷൻസിന്റെ ഒരു ഡിഫക്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻസിന് കുറച്ച് യൂസും കൂടെ ഉണ്ട്. എന്തൊക്കെ യൂസസ് ആണ് അൾട്രാവയലറ്റ് റേഡിയേഷൻസിന് ഉള്ളതെന്ന് നോക്കാം. സ്കിന്നിന് വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു ആര്? അൾട്രാവയലറ്റ് റേഡിയേഷൻസ്. അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയേഴ്സ്, നമ്മുടെ ചില വാട്ടർ പ്യൂരിഫയേഴ്സിൽ എന്തുണ്ട്? അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഉണ്ട്. അപ്പോൾ വാട്ടർ ഒക്കെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ, അതായത് വാട്ടറിലുള്ള ജേംസിനെ കിൽ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ബോട്ടിൽ വാട്ടേഴ്സ്, മിനറൽ വാട്ടറിനെ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സ്റ്റെറിലൈസ് എന്ന് പറഞ്ഞാൽ അണുവിമുക്തമാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻസിൽ നമ്മൾ ഈ ബോട്ടിൽ വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവൻ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് ഈ ബോട്ടിൽ വാട്ടറിൽ ഫുള്ളായിട്ട് പതിക്കുകയും അതിന്റെ ഫലമായിട്ട് ഈ ബോട്ടിലുള്ള എല്ലാ ജേംസിനെയും കിൽ ചെയ്തുകൊണ്ട് ആ ബോട്ടിൽ വാട്ടറിനെ എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസ് അഥവാ അണുവിമുക്തമാക്കുന്നു. ആര്? അൾട്രാവയലറ്റ് റേഡിയേഷൻസ്. അതാണ് അതിന്റെ യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, 3 യൂസ് ആണുള്ളത്. ഒന്ന്, സ്കിന്നിലെ വിറ്റാമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയേഴ്സിൽ നമ്മൾ അൾട്രാവയലറ്റ് റേഡിയേഷൻസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടിൽ വാട്ടേഴ്സ് അണുവിമുക്തമാക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അൾട്രാവയലറ്റ് റേഡിയേഷൻസ് അല്ലെങ്കിൽ അൾട്രാവയലറ്റ് റേസ് നമുക്ക് ഉപയോഗിക്കാം. അടുത്ത് വരുന്നത് എക്സ്റേസ് ആണ്. അതാണ് എക്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ എക്സ്റേസ് ആണ് ഇനി അടുത്ത് പഠിക്കേണ്ടത്. എക്സ്റേസിന്റെ റേഞ്ച് വരുന്നത് 1 നാനോമീറ്റർ. നേരത്തെ ഇവിടെ 400 നാനോമീറ്ററും 1 നാനോമീറ്റർ. ഇനി അടുത്ത 1 നാനോമീറ്റർ എന്ന് തുടങ്ങും. ഓക്കെ, അപ്പോൾ 1 നാനോമീറ്റർ മുതൽ 10⁻³ നാനോമീറ്റർ വരെയാണ് എക്സ്റേയുടെ വേവ് ലെങ്ത് റേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പോൾ 1 നാനോമീറ്റർ മുതൽ 10⁻³ അതായത് ഒന്നിനേക്കാളും ചെറിയ നമ്പറാണ് 10⁻³ എന്ന് പറയുന്നത്. അപ്പോൾ വേവ് ലെങ്ത് കുറയല്ലേ? അപ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞ് 1 നാനോമീറ്ററിൽ നിന്ന് 10⁻³ നാനോമീറ്ററിലേക്ക് ചുരുങ്ങുന്നു. അപ്പോൾ എക്സ്റേസിന്റെ റേഞ്ച് വരുന്നത്, വേവ് ലെങ്ത് റേഞ്ച് വരുന്നത് 1 നാനോമീറ്ററും 10⁻³ നാനോമീറ്ററിനും ഇടയ്ക്കാണ്. ഇനി എക്സ്റേസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഹൈ എനർജി ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഒരു മെറ്റൽ സർഫസിൽ വന്ന് ബൊംബാർഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വന്ന് കൂട്ടിയിടിക്കുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ് എക്സ്റേസ് എന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാം, നമ്മൾ എക്സ്റേ ട്യൂബുകൾ വഴി എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സൈറ്റേഷൻസ് ഓഫ് ഇന്നർ ഷെൽ ഇലക്ട്രോൺസ്, അതായത് ആറ്റത്തിനുള്ളിലെ ഷെല്ല്, ഔട്ടർ ഷെല്ലുണ്ട്, ഇന്നർ ഷെല്ലുണ്ട്. അപ്പോൾ ഇന്നർ ഷെല്ലിലെ, ഔട്ടർ ഷെല്ലല്ല, ഇന്നർ ഷെല്ലിലെ ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യിപ്പിച്ചാൽ, അതായത് അതിനെ ഹയർ എനർജിയിലേക്ക് പറഞ്ഞു വിട്ടാൽ, ആ സമയത്ത് ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേസ് ആണ് എക്സ് റേസ് എന്ന് പറയുന്നത്. ഇനി എക്സ്റേസിന്റെ യൂസസ് എന്താണ്? എക്സ്റേയുടെ ഒന്നാമത്തെ യൂസ് നമുക്ക് പറയാം അല്ലെ, ബോണിന് ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും ഉള്ള സമയത്ത് നമുക്കത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തുപയോഗിക്കാം? എക്സ്റേസ് ഉപയോഗിക്കാം. എക്സ്റേസ് കടത്തിവിട്ട് ബോണിന്റെ പിക്ചർ എടുത്ത് നമുക്ക് നോക്കുമ്പോൾ എന്താണ് ബോണിന്റെ ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഒന്നാമത്തെ യൂസസ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യൂസസ് ടു ടേക്ക് എക്സ്റേ ഫോട്ടോഗ്രാഫ് ഓഫ് ഹ്യൂമൻ ബോഡി. അതുപോലെ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചറിനെ നമുക്ക് സ്റ്റഡി ചെയ്യണമെങ്കിൽ എക്സ്റേസ് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ആറാമത്തെ ആള് എക്സ്റേസ്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരാളും കൂടെ ഉള്ളൂ, ജി സ്റ്റാൻഡ്സ് ഫോർ ഗാമ റേസ്. ഇനി നമുക്ക് ഗാമ റേസിനെ പറ്റിയാണ് പഠിക്കേണ്ടത്. ജി എന്ന് പറയുമ്പോൾ ഗാമ റേസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും പേരെ നമ്മൾ പഠിച്ചു. ഇനി അവസാനമായിട്ട് ഗാമ റേസ്, 7ാമത്തെ ആള് ഗാമ റേസ്. ഗാമ റേസിന്റെ വേവ് ലെങ്ത് റേഞ്ച് വരുന്നത് ലെസ് ദാൻ 10⁻³ നാനോമീറ്റർ. 10⁻³ നാനോമീറ്ററിനേക്കാൾ ചെറിയ വാല്യൂ ആയിരിക്കും ഗാമ റേസിന്റെ വേവ് ലെങ്ത് റേഞ്ച് വരുന്നത്. വളരെ ചെറിയൊരു വാല്യൂ ആണ്. ഓക്കെ, അപ്പൊ ഇവിടുന്ന് റേഡിയോ വേവ്സ് നിന്ന് ഇവിടം വരുന്ന സമയത്ത് ഗാമ റേസിൽ എത്തിയപ്പോൾ ഗാമ റേസിന്റെ വേവ് ലെങ്ത് 10⁻³ വളരെ ചെറുതാണ്. അപ്പൊ അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ, വേവ് ലെങ്ത് ഏറ്റവും കുറവായിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഏതാണ്? ഗാമ റേസ് ആണ്. അപ്പോൾ ഫ്രീക്വൻസി ഏറ്റവും കൂടുതലായിട്ടുള്ള ആളും ഗാമ റേസ് ആണ്. ഫ്രീക്വൻസിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ വേവ് ലെങ്തിന് എന്താണോ സംഭവിക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണോ പറയാം. അപ്പോൾ ഫ്രീക്വൻസി ഏറ്റവും കൂടുതലായിട്ടുള്ള ആളാണ് ഗാമ റേസ്. അതേസമയം വേവ് ലെങ്തിന്റെ കാര്യം നോക്കുമ്പോൾ അവന് ഏറ്റവും കുറവാണ്, വേവ് ലെങ്ത് കുറവായിട്ടുള്ള ആളുമാണ് ഗാമ റേസ് എന്ന് പറയും. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഗാമ റേസിന്റെ സോഴ്സ് ആണ്. ഗാമ റേസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന കാര്യത്തെ പറ്റി നമുക്കത് നോക്കാം. ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് ന്യൂക്ലിയസ്. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റിന്റെ ആറ്റത്തിലെ ന്യൂക്ലിയസിന് റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിക്കുമ്പോൾ ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അപ്പോൾ അതിന്റെ ഒരു പിക്ചർ ആണ് ഞാൻ കാണിച്ചിട്ടുള്ള. യുറേനിയം എന്ന് പറയുന്ന ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് അതെന്ത് ചെയ്യുന്നു, അതിന്റെ ന്യൂക്ലിയസിന് റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഗാമ റേസും കൂടി അതിന്റെ മറ്റ് പാർട്ടിക്കിൾസിന്റെ കൂടെ ഗാമ റേസും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. സോഴ്സ് ആ ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചില ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് റേഡിയോ ആക്റ്റീവ് ഡീകേ സംഭവിക്കുമ്പോഴാണ് ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന കാര്യവും മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത് അതിന്റെ യൂസ് നോക്കാം. ഗാമ റേസിന്റെ യൂസ് നോക്കിയാൽ ഗാമ റേസ് യൂസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ എക്സ്റേസ് യൂസ് ചെയ്ത പോലെ തന്നെ ഒരു സബ്സ്റ്റൻസിന്റെ ന്യൂക്ലിയർ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടി നമുക്ക് ഗാമ റേസ് ഉപയോഗിക്കാം. ഒരു സബ്സ്റ്റൻസിന്റെ ന്യൂക്ലിയർ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഗാമ റേസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂസ് ആണ് ക്യാൻസർ ട്രീറ്റ്മെന്റിന് വേണ്ടി നമുക്ക് ഗാമ റേസ് ഉപയോഗിക്കാം. ഈ ഗാമ റേസിന് ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കഴിവ് ഗാമ റേസിന് ഉള്ളത് കാരണം നമുക്ക് ക്യാൻസർ ട്രീറ്റ്മെന്റിൽ ഗാമ റേസ് ഉപയോഗിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ ടു സ്റ്റെറിലൈസ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ അണുവിമുക്തമാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഗാമ റേസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ അറിയാം റോഡിനടിയിൽ കൂടിയൊക്കെ മെറ്റൽ പൈപ്പ്സ് ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ മെറ്റൽ പൈപ്പുകളിൽ എന്തെങ്കിലും വിള്ളലോ അങ്ങനെ എന്തെങ്കിലും പൊട്ടലോ അങ്ങനെ എന്തെങ്കിലും അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഗാമ റേസ് ഉപയോഗിക്കാം. ടു ഡിറ്റക്ട് ക്രാക്സ് ഇൻ അണ്ടർഗ്രൗണ്ട് മെറ്റൽ പൈപ്പ്, ഭൂമിക്കടിയിലൂടെ പോകുന്ന മെറ്റൽ പൈപ്പുകളിൽ എന്തെങ്കിലും ക്രാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിള്ളലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കാം, ഗാമ റേസ് ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ റേഞ്ച്, സോഴ്സ്, യൂസസ് പഠിച്ചു വെക്കുക. റേഞ്ച് വരുന്നത് (10⁻⁻) നാനോമീറ്റർ. സോഴ്സ് റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് ന്യൂക്ലിയസ്. യൂസസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു സബ്സ്റ്റൻസിന്റെ ന്യൂക്ലിയർ സ്ട്രക്ചർ പഠിക്കാൻ, അതിൽ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ, അതിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാൻ, അതോടൊപ്പം മെറ്റൽ പൈപ്പുകളിലെ ഭൂമിക്കടിയിലൂടെ പോകുന്ന മെറ്റൽ പൈപ്പുകളിലെ ക്രാക്സ് ഡിറ്റക്ട് ചെയ്യാൻ. അതിനൊക്കെയാണ് നമ്മൾ ഗാമ റേസ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ 7 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ ഫ്രീക്വൻസിയുടെയോ വേവ് ലെങ്തിന്റെയോ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലായത് ഈ ഓർഡറിലാണ് നമ്മൾ പഠിച്ചത്. റേഡിയോ വേവ്സ് തുടങ്ങി ഗാമ റേസിൽ അവസാനിച്ചു. ആ ഓർഡറിലാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അവിടെ നോക്കേണ്ടത് ഫ്രീക്വൻസിയുടെ കാര്യം കൂടി വന്നു. അവസാനം ഗാമ റേസിന്റെ ഫ്രീക്വൻസിയാണ് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഫ്രീക്വൻസി. പിന്നെ വേവ് ലെങ്തിന്റെ കാര്യം പറയുന്നത്, വേവ് ലെങ്തിന്റെ കാര്യം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് കുറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേസ്, പിന്നെ അവസാനം ഗാമ റേസ്. അങ്ങനെ 7 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ അതിന്റെ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ വേവ് ലെങ്തിന്റെയോ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതിനാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുക. അതിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളോടുകൂടി നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ തീരുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഓക്കെ, താങ്ക് യു.